നമസ്കാരം. അപ്പോൾ ട്രേഡിംഗ് ലോകത്തേക്ക് വരാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ? ഒരു ലൈവ് ട്രെയിനിംഗ് സെഷനിൽ നിന്ന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം വെച്ച് നമ്മളൊരു കിടിലൻ ഗൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ തുടക്കം ശരിക്കും എളുപ്പമാക്കും, ഉറപ്പ്. ഇപ്പൊ നോക്കൂ, നിങ്ങൾക്ക് വെറും 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ എല്ലാ ദിവസവും പണം സമ്പാദിക്കാം. ഈയൊരു വാചകത്തിലാണ് എല്ലാം തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനിങ്ങിന്റെ ആത്മാവ് തന്നെ ഇതാണ്. വെറും 3 കാര്യങ്ങൾ, അത് പഠിച്ചാൽ ഡെയിലി വരുമാനം ഉണ്ടാക്കാമെന്നുള്ളത്. അത് വലിയൊരു വാഗ്ദാനം തന്നെയാണല്ലേ? ശരി, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. പലരും വിചാരിക്കുന്ന പോലെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കുറേ ചാർട്ടുകളും നമ്പറുകളും മാത്രമല്ല. അതിനൊക്കെ ഒരുപാട് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായൊരു കാര്യമുണ്ട്. അതെന്താണെന്നോ? നിങ്ങളുടെ മൈൻഡ് സെറ്റ്, അതായത് മനോഭാവം. ഏത് ഫീൽഡിലായാലും, പ്രത്യേകിച്ച് ട്രേഡിംഗിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് നല്ല ആഗ്രഹവും ഡെഡിക്കേഷനും വേണം, അല്ലേ? ഇതിന് ട്രെയിനർ പറയുന്നൊരു വാക്കുണ്ട്, ആത്മാർത്ഥം. കേട്ടിട്ടില്ലേ? അതായത് വെറുതെ ചെയ്യുന്ന പോലെയല്ല, ഹൃദയത്തിൽ നിന്ന് തന്നെ ചെയ്യണം. അതാണ് കാര്യം. അപ്പോൾ അടുത്തതെന്താ? അത്യാവശ്യമായ ടൂൾ കിറ്റ്. പക്ഷേ നിൽക്കൂ, ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ടൂൾ കിറ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഇത് ഏതെങ്കിലും സോഫ്റ്റ്വെയറോ ആപ്പോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ തയ്യാറെടുപ്പിനെക്കുറിച്ചാണ്. ഓരോ തവണ ട്രേഡ് ചെയ്യുമ്പോഴും വളരെ സിമ്പിളായ 2 കാര്യങ്ങൾ അത് നിർബന്ധമായും നിങ്ങളുടെ അടുത്ത് വേണമെന്ന് ട്രെയിനർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ? നോക്കാം. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് അതിശയം തോന്നാം. പക്ഷെ ഇതിന് പിന്നിലൊരു ഫിലോസഫിയുണ്ട്. വെള്ളം പുണ്യമാണ്, അതിനോട് നന്ദി പറയുക, നല്ല വാക്കുകൾ സംസാരിക്കുക. ഇതിനെ ജലപ്രാർത്ഥന എന്നാണ് പറയുന്നത്. അതായത് വെള്ളം പോലുള്ള അടിസ്ഥാന കാര്യങ്ങളുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കുക, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. ഇത് നമ്മുടെ ട്രേഡിംഗ് പെർഫോമൻസിനെ നേരിട്ട് സ്വാധീനിക്കുമെന്നാണ് പറയുന്നത്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഓക്കേ, അപ്പോൾ ശരിയായൊരു മൈൻഡ് സെറ്റും നമ്മുടെ കയ്യിൽ വേണ്ട ടൂൾസും റെഡിയായി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഏതൊരു ട്രേഡിനും പ്രധാനമായും 3 തൂണുകളുണ്ട്, 3 പില്ലേഴ്സ്. അതെന്തൊക്കെയാണെന്നറിയാമോ? നമുക്ക് നോക്കാം. ആദ്യത്തേത് എൻട്രി പോയിന്റ്. വളരെ സിമ്പിളാണ്. മാർക്കറ്റിലേക്ക് എവിടെ വെച്ച് കയറണം, ഏത് വിലയിൽ വാങ്ങണം എന്ന് തീരുമാനിക്കുന്ന ആ പോയിന്റ്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ലൈൻ. അപ്പോൾ കയറേണ്ട സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇറങ്ങേണ്ട സ്ഥലവും അറിയണമല്ലോ. അതാണ് രണ്ടാമത്തെ പോയിന്റ്, എക്സിറ്റ്. അതായത് നമ്മുടെ ലാഭം എടുക്കാൻ വേണ്ടി എവിടെ വെച്ച് വിൽക്കണം എന്ന് തീരുമാനിക്കുന്നത്. കയറുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഇറങ്ങുന്നതും. ഇനി മൂന്നാമത്തത്, പലർക്കും ഒരു പേടി സ്വപ്നമാണിത്. പക്ഷേ ട്രേഡിംഗിലെ ഏറ്റവും അത്യാവശ്യമായ ഒന്ന്, അതാണ് സ്റ്റോപ്പ് ലോസ്. പേര് പോലെ തന്നെ നമ്മുടെ നഷ്ടങ്ങളെ ഒരു പരിധിയിൽ നിർത്താൻ സഹായിക്കുന്ന ഒരു രക്ഷാകവചമാണിത്. അപ്പോൾ എത്ര പേർക്ക് സ്റ്റോപ്പ് ലോസിന് പേടിയുണ്ട്? ട്രെയിനർ തമാശയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഭാര്യയെക്കാളും അച്ഛനമ്മമാരെക്കാളും ഒക്കെ ആളുകൾക്ക് സ്റ്റോപ്പ് ലോസിനെയാണ് പേടിയെന്ന്. അപ്പോൾ കാര്യം സിമ്പിളാണ്. ഈ പേടി മാറ്റിവെച്ചില്ലെങ്കിൽ ട്രേഡിംഗിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, വിജയിക്കാനും പറ്റില്ല, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിയറിയൊക്കെ പഠിച്ചു. എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ്. ഇതൊക്കെ എങ്ങനെ പ്രാക്ടിക്കലായി ചെയ്യാം? നിങ്ങളുടെ ട്രേഡിംഗ് ആപ്പിൽ ഒരു ട്രേഡ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം. അപ്പോൾ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളാണിത്. നേരെ ഡീൽ സെക്ഷനിലേക്ക് പോകുന്നു, നമ്മുടെ ട്രേഡ് സെലക്ട് ചെയ്യുന്നു, ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് മാനേജ് ഡീൽ വഴി സ്റ്റോപ്പ് ലോസ് മാറ്റാനും ക്ലോസ് ഡീൽ വഴി ലാഭമെടുക്കാനും പറ്റും. ഇതൊരു ശീലമാക്കണം. ട്രേഡിൽ കയറിയാൽ അടുത്ത നിമിഷം തന്നെ നമ്മുടെ എക്സിറ്റ് പ്ലാൻ റെഡി ആയിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഇനി നിങ്ങൾ കാത്തിരുന്ന ആ ഭാഗത്തേക്ക് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെയെല്ലാം ഒരുമിപ്പിക്കുന്ന ഒരു കിടിലൻ സ്ട്രാറ്റജി. മാർക്കറ്റിൽ എപ്പോഴാണ് ഒരു വലിയ മൂവ്മെന്റ് വരാൻ പോകുന്നതെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു എക്സ്പേർട്ട് ടെക്നിക്ക്. റെഡിയല്ലേ? അപ്പോൾ ചോദ്യം ഇതാണ്, ബാങ്ക് നിഫ്റ്റിയിൽ 100 പോയിന്റ് എങ്ങനെ നേടാം? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് അദ്ദേഹം ആ ട്രിക്ക് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് മാർക്കറ്റിൽ കാണുമ്പോൾ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഈ പാറ്റേൺ അദ്ദേഹം നല്ല രസമുള്ളൊരു പേരുമാണ് കൊടുത്തിരിക്കുന്നത്, വള്ളി ദേവാനായി പാറ്റേൺ. ഓർത്തുവയ്ക്കാൻ എളുപ്പത്തിനു വേണ്ടിയാണ് ഈ പേര്. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ ജോഡി വള്ളി, രണ്ടാമത്തെ ജോഡി ദേവാനായി. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു റെഡ് ക്യാൻഡിലിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ വരണം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ ഇതാണ്, ആ പച്ച ക്യാൻഡിൽ അതിന്റെ തൊട്ടുമുൻപത്തെ ചുവപ്പ് ക്യാൻഡിലിന്റെ ഏറ്റവും താഴ്ന്ന പോയിന്റിൽ തൊടാൻ പാടില്ല. ഇതാണ് വള്ളി. ഈ പാറ്റേൺ കണ്ടാൽ നമുക്ക് ട്രേഡിൽ കയറാം. ഇനി ഇതേ സംഭവം തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ വീണ്ടും ആവർത്തിച്ചാൽ, അതായത് ദേവാനെ കൂടി വന്നാൽ, ഉറപ്പിച്ചോ മാർക്കറ്റ് കുറഞ്ഞത് 100 പോയിന്റെങ്കിൽ മുകളിലേക്ക് പോകും. അപ്പോൾ ആദ്യത്തെ പാറ്റേൺ എൻട്രി സിഗ്നൽ, രണ്ടാമത്തത് കൺഫർമേഷൻ. സിമ്പിൾ. അപ്പോൾ നമ്മൾ മൈൻഡ് സെറ്റ് പഠിച്ചു, ടൂൾസ് കണ്ടു, സ്ട്രാറ്റജിയും പഠിച്ചു. പക്ഷേ ഇതിനെല്ലാം ഉപരി, ഈ എല്ലാത്തിനും ശേഷം നമ്മൾ തിരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്കാണ് വരുന്നത്. എന്തായിരിക്കും വിജയത്തിന്റെ യഥാർത്ഥ രഹസ്യം?
അപ്പോൾ നിങ്ങൾ മാർക്കറ്റിനെ സ്നേഹിക്കാൻ തയ്യാറാണോ? കാരണം അവസാനം വിജയമെന്നത് ഏതെങ്കിലും ഒരു രഹസ്യ സ്ട്രാറ്റജിയിൽ ഒതുങ്ങുന്നില്ല. അത് നമ്മൾ ചെയ്യുന്ന കാര്യത്തോടുള്ള ഇഷ്ടമാണ്, അതിനോടുള്ള ബഹുമാനമാണ്, ആ ഒരു ആത്മാർത്ഥതയാണ്. നിങ്ങൾ ചെയ്യുന്നതിനെ ശരിക്കും സ്നേഹിക്കാൻ തുടങ്ങിയാൽ വിജയം നിങ്ങളെ തേടിവരും. അതാണിതിലെ ഏറ്റവും വലിയ പാഠം.